ആ ബാങ്ക് കൊള്ളാം അല്ലെ? നമ്മൾ 2-3 ദിവസം നമ്മളെ മുൻമുന്നിൽ നിർത്തിയ ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇന്നലെ പോലീസ് ആ പ്രതിയെ പിടികൂടി. അത് പറയുന്നത് പോലീസ് തന്നെ അവകാശപ്പെടുന്നത് പോലീസിന്റെ ബ്രില്യൻസ്, അത് അവർ പയറ്റി പ്രതിയെ പിടികൂടി എന്നാണ് പറയുന്നത്. അതായത് എവിടെ പോയി ഒളിച്ചാലും കേരള പോലീസ് പൊക്കും അവസാനം അല്ലെ? അപ്പോൾ ഈ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് പ്രേക്ഷകരെ. ഏറെ ഞെട്ടലോടെയാണല്ലോ നമ്മൾ ഈ ചാലക്കുടിയിലെ ഈ കവർച്ചയുടെ ദൃശ്യങ്ങളൊക്കെ കണ്ടത്. എന്തായാലും ഇന്നലെ രാത്രി പ്രതിയെ പിടിച്ചു. റിജോ ആന്റണി എന്ന ചാലക്കുടിക്കാരൻ തന്നെയാണ് മോഷ്ടാവ്. അതെ, ഈ 2ാം ശ്രമത്തിലാണ് മോഷണം വിജയിച്ചതെന്നാണ് പ്രതി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജെയ്സൺ, ഇദ്ദേഹം 3-4 ദിവസങ്ങൾക്ക് മുൻപ് ഈ ബാങ്കിലെത്തി ATM കാർഡ് എടുത്ത് ഇതിൽ നിന്ന് കാശൊന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാങ്കിനുള്ളിൽ കയറി ഇത് ചോദിക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ള കാര്യമൊക്കെ പോലീസ് നേരത്തെ നിരീക്ഷിച്ചു എന്ന് പോലീസ് പറയുന്നു. ഈ പ്രദേശത്തെ മുഴുവൻ CCTVകളും അരിച്ചു പെറുക്കിയെന്ന് പോലീസ് വാർത്താസമ്മേളനത്തിൽ പറയുന്നു. അതിവിദഗ്ധമായാണ് ഞങ്ങൾ ഈ പ്രതിയെ പിടികൂടിയതെന്ന് പോലീസ് അവകാശപ്പെടുന്നു. എന്തൊക്കെ സംഭവിച്ചു? ഈ പ്രതിയിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തിയത് ജെയ്സൺ? റോഷ്നി, ഇന്നലെ രാവിലെയാണ് പ്രതിയിലേക്കുള്ള ശക്തമായ സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. അതിനുശേഷം ഇയാളുടെ വീടിന്റെ സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധനകളും മറ്റും നടത്തി അവിടെ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു. വൈകിട്ട് ഏകദേശം 7:30യോടുകൂടിയാണ് ഇയാളുടെ വീട്ടിലേക്ക് പോലീസ് സംഘം കടന്നു കയറുന്നത്. ആ സമയത്ത് ഇയാൾ ഞെട്ടിപ്പോയി എന്നാണ് ഇയാൾ തന്നെ പോലീസിനോട് വ്യക്തമാക്കിയത്. ഒരിക്കൽ പോലും താൻ പിടിക്കപ്പെടില്ലെന്ന വലിയ ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. ആത്മവിശ്വാസം തകർത്താണ് പോലീസ് ഇയാളുടെ വീട്ടിലേക്ക് എത്തുകയും വ്യക്തമായ തെളിവുകളോടെ ഇയാളെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഇയാൾ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. വലിയ സാമ്പത്തിക ബാധ്യത ഇയാൾക്കുണ്ടായിരുന്നു. ആർഭാട ജീവിതവും മദ്യപാനവുമാണ് ഇത്തരമൊരു കവർച്ചയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് 2ാമത്തെ ശ്രമത്തിലാണ് കവർച്ച നടന്നത്. 14-ാം തീയതിക്ക് മുമ്പ്, അതായത് 14-ാം തീയതിയാണ് അന്ന് കവർച്ച നടത്തിയത്. അതിനു മുൻപും ഇയാൾ ബാങ്കിലെത്തിയിരുന്നു. പക്ഷേ സമീപത്ത് പോലീസ് ജീപ്പും മറ്റും കണ്ടതോടുകൂടി ഇയാൾ ആ ശ്രമമൊക്കെ ഉപേക്ഷിച്ചു. ഈ കവർച്ച വളരെ ആസൂത്രിതമായി തന്നെയാണ് അയാൾ നടത്തിയത്. അതിനുശേഷം അയാൾ കവർച്ചയ്ക്ക് ഉപയോഗിച്ചിരുന്ന ജാക്കറ്റ് വീടിനകത്ത് വെച്ച് തന്നെ കത്തിച്ചു കളഞ്ഞു. അതോടൊപ്പം തന്നെ ഇയാൾക്ക് കവർച്ച പണം 15 ലക്ഷമായിരുന്നു. അതിൽ 2,94,000 രൂപ ഒരാൾ കടം വാങ്ങിയത് കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്തു. അയാൾ ഇന്നലെ രാത്രി വളരെ വൈകി സ്റ്റേഷനിലെത്തി പണം പോലീസിന് കൈമാറിയിട്ടുണ്ട്. കവർച്ച പണം എന്ന് അറിഞ്ഞിട്ടല്ലല്ലോ ആരും ഈ തരത്തിലുള്ള കടം വാങ്ങി തിരിച്ചു നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സന്തോഷമുണ്ട് കടം തിരിച്ചു കിട്ടിയെന്ന്. പക്ഷെ ആ പണം കവർച്ച പണമെന്ന് മനസ്സിലാക്കുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ വ്യക്തമായി മനസ്സിലായപ്പോൾ അയാൾ രാത്രി തന്നെ ചാലക്കുടി പോലീസിലെത്തി ആ പണം കൈമാറിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. കാരണം അയാൾ പറയുന്ന മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും. അതിനു മുമ്പ് വീട്ടിലും ബാങ്കിലും എത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കും. റോഷ്നി, ജെയ്സൺ, ഈ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ ഈ പ്രതി മാത്രമാണോ ഉണ്ടായിരുന്നത്? വീട്ടിൽ കുടുംബ സമ്മേളനം നടക്കുമായിരുന്നു. അതാണ് ഏറ്റവും വിചിത്രവും അതുപോലെ തന്നെ ഏറ്റവും ആശങ്കയും ആശ്ചര്യവും ജനിപ്പിക്കുന്ന സംഗതി. ഇയാളുടെ വീട്ടിൽ സാധാരണ വീടുകളിൽ നടക്കുന്ന ഒരു കുടുംബ സമ്മേളനം, സമീപത്തെ വീടുകളെല്ലാം കൂടി ഒന്ന് ചേർന്നുള്ള കുടുംബ സമ്മേളനം എന്ന ഒരു പരിപാടിയുണ്ട്. അത് നടക്കുകയായിരുന്നു. ആ നടക്കുന്നതിനിടയിലേക്കാണ് പോലീസ് കയറി ചെല്ലുന്നത്. അതിനു മുമ്പ് തന്നെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു, ഈ സമീപത്തൊക്കെ പോലീസ് ഉണ്ടല്ലോ, ഇനിയിപ്പോ ഈ കവർച്ച നടത്തിയതൊക്കെ ഈ പരിസരത്തുള്ള ആളുകളാകുമോ എന്നൊക്കെയുള്ള ഒരു പാതി തമാശ രൂപേണയും പാതി ഗൗരവത്തിലും പറഞ്ഞിരുന്ന കാര്യം അവസാനം അത് ഗൗരവമായി എന്നതാണ് സത്യം. ഇയാൾക്ക് അത്രയേറെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കവർച്ച നടത്തിയിട്ടും വീട്ടിൽ നിന്ന് പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അത്രയേറെ തെളിവുകൾ പുറത്ത് പോലീസിന് നൽകുന്ന രീതിയിൽ ഒരു തെളിവുകളും അവശേഷിപ്പിക്കാതെയാണ് അയാൾ ആ കവർച്ച നടത്തിയെന്ന ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. അയാൾ ധരിച്ചിരുന്ന വസ്ത്രം, അയാൾ ഉപയോഗിച്ചിരുന്ന വാഹനം, അയാൾ മുഴുവൻ സമയം കവർച്ചയ്ക്ക് മുൻപും ശേഷവുമൊക്കെ നിരന്തരമായ ഹെൽമെറ്റ് മാത്രം ധരിക്കുന്നു. അത്രയേറെ ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ചയാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അയാൾ ധരിച്ചിരുന്ന ഓവർകോട്ട് ഉൾപ്പെടെ കത്തിച്ചു കളഞ്ഞു. കവർച്ച നടത്തുന്നതിനിടയിൽ 3 തവണയാണ് അയാൾ വസ്ത്രം മാറിയത് എന്നതാണ് അയാൾ തന്നെ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിനർത്ഥം അത്രയേറെ സൂക്ഷ്മതയോടുകൂടിയാണ് അയാൾ കവർച്ച നടത്തിയത്. അല്ലെങ്കിൽ ഒരു കവർച്ച നടത്തുന്നതിനിടെ 450 മീറ്റർ കവർച്ച നടത്തി 450 മീറ്റർ രക്ഷപ്പെടുന്നതിനിടെ 450 മീറ്റർ കടന്നുപോയപ്പോൾ ആദ്യത്തെ വസ്ത്രം മാറുന്നു, പിന്നീട് ഇടവഴികളിലൂടെ കടന്ന് മറ്റൊരു വസ്ത്രം മാറുന്നു. അത്തരത്തിൽ ഒരു സൂചനയും പോലീസിന് നൽകാതെയായിരുന്നു അയാളുടെ കവർച്ച. ആ
ആ ആത്മവിശ്വാസമാണ് ഈ ബാങ്ക് കവർച്ച നടത്തി അതിൽ ആ ബാങ്കിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം അകലെ താമസിക്കുന്ന ഇയാളെ അയാളുടെ വീട്ടിൽ തന്നെ തുടരാൻ പ്രേരിപ്പിച്ചത്. പക്ഷെ അവസാനം അയാൾക്ക് പിടി വീണു. ആ പിടി വീഴുമെന്ന് അയാൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ താൻ ഷോക്കായി പോയി എന്ന് പോലീസിനോട് ആദ്യം തന്നെ പ്രതികരിച്ചത്. യെസ്, അപ്പൊ അതാണ് ജെയ്സൺ വിവരങ്ങൾ നൽകിയത്.